അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി പണിമുടക്ക് നോട്ടീസ് നൽകി. പണിമുടക്ക് നോട്ടീസ് നൽകുന്നതിന് മുന്നോടിയായി നടത്തിയ പ്രകടനവും പാലക്കാട് സിവിൽ സ്റ്റേഷനിൽ നടന്ന യോഗവും സമരസമിതി നേതാവും ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറിയുമായ കെ മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ ഒരേ ഇന്ത്യ മഹാരാജ്യത്തെ ഒരേ ഒരു ഇടതുപക്ഷ ബദൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റാണെന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. ആ ഗവൺമെൻറ് അതിൻ്റെ ജനപക്ഷ നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ ചില വിഷയങ്ങളിൽ കൃത്യമായ വ്യതിചലനം നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും വിഷയങ്ങളിൽ അവർ വിശ്വാസത്തിലെടുക്കുന്ന നിലപാടുകൾ ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ അടുത്ത 2-3 വർഷങ്ങളിലായി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് വസ്തുത. വലിയ വിഷമത്തോടു കൂടിയാണ് നമ്മൾ ഈ പണിമുടക്കത്തിന് തയ്യാറാവുന്നത്. നമ്മൾ വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തി. ആയിരക്കണക്കിന് ജീവനക്കാരെ സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിച്ചു സമരം നടത്തി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കാൽനടയായി യാത്ര ചെയ്തു നമ്മൾ സമരം നടത്തി. ഇതിലൊന്നും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഫലം കാണാതായപ്പോൾ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ അവസാനത്തെ സമരായുധം എന്ന പണിമുടക്കത്തിലേക്ക് പോകാൻ നമ്മൾ നിർബന്ധിതരായിരിക്കുന്ന സാഹചര്യമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കുടിശ്ശികയാക്കി വെച്ച ബാക്കി കുടിശ്ശിക പോലും ഈ നിമിഷം വരെ നമ്മളുടെ കൈകളിൽ എത്തുവാൻ കഴിയുന്നില്ല എന്നുള്ള വസ്തുത നമ്മളെ വലിയ തോതിൽ വിഷമിപ്പിക്കുന്നു. DA കുടിശ്ശിക എന്നുള്ളത് വലിയ വേദനയായി മാറിയിരിക്കുന്നു. വേദനയാണിത്. കുടിശ്ശികയെക്കുറിച്ച് ഒന്നും മിണ്ടാതെ DA പ്രഖ്യാപിക്കാനുള്ള ധൈര്യം എങ്ങനെ ഈ ധനകാര്യമന്ത്രിക്കുണ്ടായി എന്നുള്ളത് നമ്മളെ വിസ്മയിപ്പിക്കുന്നു. സമരസമിതി ചെയർമാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CA ഈജു, NN പ്രജിത, A അംജദ് ഖാൻ, MS അനിൽകുമാർ, R മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി PD അനിൽകുമാർ സ്വാഗതവും KGOF ജില്ലാ സെക്രട്ടറി VS വിനോദ് കുമാർ നന്ദിയും പറഞ്ഞു. യോഗ നടപടികൾക്ക് ശേഷം സമരസമിതി നേതാക്കൾ ജില്ലാ കളക്ടർക്ക് പണിമുടക്ക് നോട്ടീസ് നൽകി.